ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. എന്റെ പേര് സൂരജ്. അപ്പൊ നമ്മള് മാപ്പിംഗ് സീരീസ് ആണ്, നമ്മുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മാപ്പിംഗ് സീരീസിന്റെ 9ാമത്തെ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഗുജറാത്ത് ആണ്. അപ്പൊ ഗുജറാത്തിന്റെ പ്രത്യേകതകൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പഠിക്കാം. യെസ്, നമ്മൾ ആദ്യം നോക്കുന്നത് ഗുജറാത്തിന്റെ അതിർത്തികളും തലസ്ഥാന നഗരം എന്നും പോലെ തന്നെ നമ്മൾ സംസ്ഥാനങ്ങളിലെ ഓരോ സവിശേഷതകൾ, അതായത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഓരോന്നായിട്ട് പഠിക്കും. പിന്നെ നിങ്ങൾ ഓൾറെഡി കമന്റ് ബോക്സിൽ കുറെ പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്, ഡേ ഏതാണ്, അതുപോലെ ഈ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, ഫെസ്റ്റിവൽ, ഫോക്ക് ഡാൻസ് തുടങ്ങിയവ എന്താണ്, അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് ആദ്യം ഗുജറാത്തിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. അപ്പോ അതിർത്തി, നമ്മൾ സാധാരണ പൊതുവെ അതിർത്തിയാണ് ആദ്യം നോക്കുന്നതെങ്കിൽ ഞാൻ ഇന്നു മുതൽ നമ്മൾ ഗുജറാത്തിന്റെ ആദ്യം നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എല്ലാവരും ഒരുപോലെ ചോദിച്ച ഒരു കാര്യമാണ്, ഗുജറാത്ത് ഏത് വർഷമാണ് ഓരോ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്. ഗുജറാത്ത് സംസ്ഥാനം 1960, ഇവിടെ തന്നെ നമുക്ക് എഴുതാം. ഗുജറാത്ത് രൂപീകരിച്ചത് 1960 മെയ് 1-ാം തീയതിയാണ്. മെയ് 1-നാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനം രൂപം കൊണ്ടത്. അപ്പൊ ഈ കാര്യം മറക്കരുത്. ഈ സംസ്ഥാനം രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1960 മെയ് 1-നാണ്. ഇനി നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുജറാത്ത് ആണ് ഇതിഹാസങ്ങളുടെ നാട്, അല്ലെ? കേരള PSC എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന്. ഗുജറാത്തിനെയാണ് ഇതിഹാസങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ പശ്ചിമ ഇന്ത്യയുടെ, അതായത് നമ്മുടെ പശ്ചിമ ഇന്ത്യയുടെ അഥവാ നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ്, അല്ലെ, പടിഞ്ഞാറൻ ഇന്ത്യയുടെ വജ്രം അഥവാ രത്നം എന്നൊക്കെ വിളിക്കുന്നത് ഗുജറാത്തിനെയാണ്. പശ്ചിമ ഇന്ത്യയുടെ രത്നം അഥവാ പടിഞ്ഞാറൻ ഇന്ത്യയുടെ വജ്രം എന്നൊക്കെ വിളിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്, സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്തിനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഇനി നമ്മൾ പ്രാചീന കാലത്ത് ഗുർജരം എന്ന് അറിയപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേര് തന്നെ നിങ്ങൾക്ക് കിട്ടും, ഗുർജര പ്രതിഹാരാസ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോ ഗുർജറാസും ഗുജ്ജർസ് ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഗുർജരം എന്നാണ് ഈ ഒരു സ്ഥലത്തെ, ഗുജറാത്തിനെ പണ്ട് കാലത്ത്, പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മൾ 4 ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ സജസ്റ്റ് ചെയ്ത 1960 മെയ് 1-നാണ് ഇത് കൊണ്ടത്. ഇനി ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. പശ്ചിമ ഇന്ത്യയുടെ രത്നം, ഗുർജരം എന്ന വാക്കിൽ നിന്നാണ് ഗുജറാത്ത് എന്നുള്ള ഈ ഒരു സംസ്ഥാനത്തിന് പേര് കിട്ടിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നേരെ മാപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഗുജറാത്തിന്റെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ വ്യക്തമായിട്ട് കുറെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. വളരെ സിമ്പിൾ. ഗുജറാത്ത് നിങ്ങൾ നോക്കിയേ. ഗുജറാത്തിന്റെ പ്രത്യേകത എന്താ? ഗുജറാത്ത് ഈ 2 കഷ്ണമായിട്ട്, ഇങ്ങനെ 2 കഷ്ണമായിട്ടാണ് അല്ലെ കിടക്കുന്നത്. വടക്കു ഭാഗത്ത് ഒരു കഷ്ണവും തെക്ക് ഭാഗത്ത് ഒരു കഷ്ണവും, ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ടാണ് ഗുജറാത്ത് കിടക്കുന്നത്, അല്ലെ? ഈ മുകളിൽ കാണുന്ന ഈ കഷ്ണത്തിനെ വിളിക്കുന്ന പേരാണ് കച്ച്. എന്താ വിളിക്കുക? വടക്ക് ഭാഗത്തുള്ള ഗുജറാത്തിന്റെ ആ പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് കച്ച്. അപ്പൊ ഗുജറാത്തിന്റെ മുകളിലുള്ള ആ ഒരു ഭാഗം കച്ചും, ഇനി താഴെയുള്ള ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കത്തിയവാർ. എന്താ വിളിക്കുക? കത്തിയവാർ. ഇതൊക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് ഇത് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ എന്നൊക്കെ മനസ്സിലാവും. ഇനി ഗുജറാത്തിന്റെ ഒരു കഷ്ണം മഹാരാഷ്ട്രയുടെ, അത് ഈ ഭാഗത്തൊരു ഭാഗം കണ്ടോ? ഇതാരാ? മഹാരാഷ്ട്രയല്ലേ? ഗുജറാത്തിന്റെ എവിടെയായത്? സൗത്ത് അല്ലേ? സൗത്ത് ഉള്ള മഹാരാഷ്ട്രയുമായിട്ട് ബോർഡർ ചെയ്യുന്ന ഗുജറാത്തിന്റെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൗരാഷ്ട്ര. എന്താ വിളിക്കുക? സൗരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ അടുത്തുള്ള ഗുജറാത്തിന്റെ തെക്കേ ഭാഗത്തെ വിളിക്കുന്ന പേരാണ്, സൗത്ത് ഉള്ള മഹാരാഷ്ട്രയുടെ അടുത്തുള്ള ഭാഗം സൗരാഷ്ട്ര എന്നാണ് വിളിക്കുക. എന്നിരുന്നാലും നമുക്ക് കച്ചും കത്തിയവാറുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഗുജറാത്തിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ വടക്കുള്ള ഭാഗത്തെ കച്ചെന്നും തെക്കുള്ള ഭാഗത്തെ കത്തിയവാർ എന്നും വിളിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു 2 കാര്യങ്ങൾ. ഒന്ന് എന്ന് പറയുന്നത്, ഈ കച്ചിനും കത്തിയവാറിനും ഇടയിലായിട്ട് ഒരു ഉൾക്കടലുണ്ട്. ഇനി കത്തിയവാറിന് തെക്ക് ഭാഗത്തായിട്ട് ഒരു ഉൾക്കടലുണ്ട്. ഇന്ത്യയുടെ 3 ഉൾക്കടലുകളിൽ 2 എണ്ണമാണ് ഗുജറാത്തിൽ കാണുന്നത്. ഗുജറാത്ത് 2 കഷ്ണം ആയതുകൊണ്ട് തന്നെ 2 കഷ്ണത്തിനും ഇടയിൽ, എന്ന് വെച്ചാൽ കച്ചിനും കത്തിയവാറിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഉൾക്കടലിനെ വിളിക്കുന്ന പേരാണ്
കച്ചിന് തെക്ക് ഭാഗത്തുള്ള ഉൾക്കടലല്ലേ? അപ്പൊ എന്തായിരിക്കും പേര്? കച്ച് ഉൾക്കടൽ എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുന്ന പേര്. അപ്പൊ കച്ചിന് താഴെയുള്ള ഉൾക്കടൽ അഥവാ കച്ചിന് തെക്കുള്ള ഉൾക്കടൽ കച്ച് ഉൾക്കടൽ. ഇനി കത്തിയവാറിന് തെക്ക് ഭാഗത്തായിട്ട് മറ്റൊരു ഉൾക്കടൽ കാണാം. കത്തിയവാറിന് താഴെയുള്ള ഉൾക്കടൽ കത്തിയവാർ ഉൾക്കടലാണോ? അല്ല. കത്തിയവാറിന് താഴെയുള്ള ഉൾക്കടലിന്റെ പേരാണ് കമ്പത്ത് ഉൾക്കടൽ. എന്താണ്? കമ്പത്ത്. കമ്പത്ത് ഉൾക്കടൽ അല്ലെ? കമ്പത്ത് ഉൾക്കടൽ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് കാംബെ. അതായത് ബ്രിട്ടീഷുകാർക്ക് കമ്പത്ത് ഒന്നും ഉച്ചരിക്കാൻ പറ്റിയില്ല. അവര് ഗൾഫ് ഓഫ് കാംബത്ത് എന്ന് കാംബെ എന്ന് വിളിച്ചു. ഓക്കെ, കമ്പത്ത് ഉൾക്കടലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ മറക്കരുത് ഈ രണ്ട് സ്ഥലവും, ഗൾഫ് ഓഫ് കച്ചും ഗൾഫ് ഓഫ് കമ്പത്തും. കച്ച് ഉൾക്കടലും കമ്പത്ത് ഉൾക്കടലും. കമ്പത്ത് ഉൾക്കടലിലാണ് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഗുജറാത്തിലെ നദികളായ നർമ്മദയും തപിയൊക്കെ വന്നു ചേരുന്നത്. ഒരു സ്ഥലത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ നദികൾ അപ്പൊ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ കമ്പത്തിൽ വന്നു ചേരുന്ന രണ്ട് നദികളെ നിങ്ങൾക്ക് കാണാം. ഇന്ത്യയുടെ ട്വിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന നദികൾ നർമ്മദയും തപ്തിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. കുറെ പേര് പറഞ്ഞൊരു കാര്യമാണ്, സ്പീഡിൽ എടുക്കണ്ട. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അല്പം ഒരു 10 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട്. ആ ഒരു ഡീറ്റെയിൽനെസ് ഇനി മുതൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുസ്തകം എടുത്ത് പേന എടുത്തിട്ട് ഞാൻ പറയുന്നത് മാപ്പിൽ, നിങ്ങളുടെ ഫോണിൽ മാപ്പ് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ ഈ മാപ്പ് നോക്കിയാലും മതി, ഞാൻ പറയുന്ന സമയത്ത് നോക്കി പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ കച്ച് കത്തിയവാർ, കച്ച് ഉൾക്കടൽ കമ്പത്ത് ഉൾക്കടൽ. മുന്നോട്ട് പോയാലോ? യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഗുജറാത്തിന്റെ പ്രത്യേകത. ഇനി ഗുജറാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള അല്ലെങ്കിൽ തീരസമതലമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. നമുക്ക് 9 സ്റ്റേറ്റ്സുകളിലായിട്ട്, ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിലായിട്ട് തീരപ്രദേശം കാണാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗുജറാത്തിലാണ്. എന്താ കാരണം? ഇത് നോക്കിയേ, ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയും ഇറങ്ങിയും വീണ്ടും ഉൾക്കടലുകളിലേക്ക് കയറി ഇറങ്ങിയൊക്കെയല്ലേ തീരപ്രദേശം കിടക്കുന്നത്. അതാണ് ഏറ്റവും നീളം കൂടുതൽ ഗുജറാത്തിനെന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ഇനി നമുക്ക് കച്ചിന്റെ ഒരു പ്രത്യേകത പറയാം. ഇതേ കച്ച് നോക്കിയേ, നിങ്ങൾ റാൻ ഓഫ് കച്ച് എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതാണ് റാൻ ഓഫ് കച്ച്, ഇന്ത്യയുടെ ലവണ മരുഭൂമി അല്ലെ? ഇന്ത്യയുടെ ലവണ മരുഭൂമി. ഇത് നോക്കിയേ, ഇതാണ് ഇന്ത്യയുടെ ലവണ മരുഭൂമിയായ റാൻ ഓഫ് കച്ച്. അപ്പൊ കച്ചിലെ ഒരു പ്രധാനപ്പെട്ട മേഖല, അതാ ഈ ഒരു മേഖല എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് ആണ്. റാൻ ഓഫ് കച്ച്. അപ്പൊ ഇന്ത്യയുടെ എന്താണ്? ലവണ മരുഭൂമിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സോൾട്ട് ഡെസേർട്ട്. ഇതാ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയടാ, മുഴുവൻ സോൾട്ട് അല്ലേ? മുഴുവൻ ഉപ്പിന്റെ പാടാണ്, കിലോമീറ്ററുകളോളം ഉപ്പിന്റെ പാടം. ഒരുപാട് മലയാള സിനിമകളിലും ഇന്ത്യയിലെ പല സിനിമകളിലും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. PK എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയില്, നമ്മുടെ മലയാളത്തിലെ ചാർലി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുള്ള ഈ സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ദുൽഖർ സൽമാനും പാർവതിയൊക്കെ ഡാൻസ് ചെയ്യുന്നത്. ഇതെന്താ? ഇത് ഗുജറാത്തിലെ ഇന്ത്യയുടെ ഏക ലവണ മരുഭൂമിയായ റാൻ ഓഫ് കച്ച് ആണ്. ഓക്കെ, അപ്പൊ റാൻ ഓഫ് കച്ച് എവിടെയാണെന്ന് മനസ്സിലായില്ലേ? കച്ച് എവിടെയാണെന്ന് മനസ്സിലായില്ലേ? മുന്നോട്ട് പോയാലോ? യെസ്. ഇപ്പൊ നമ്മൾ ഇനി തിരിച്ച് ബാക്ക് ടു ബിസിനസ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം അതിർത്തികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഗുജറാത്തിന്റെ അതിർത്തി നോക്കാം. ആദ്യം ഗുജറാത്തിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് നോക്കാം. തൊട്ടു മുകളിലായിട്ട് ആരുണ്ട്? വടക്കു ഭാഗത്തായിട്ട് ആരുണ്ട്? രാജസ്ഥാനുണ്ട്. അപ്പൊ രാജസ്ഥാനുമായിട്ട് നമുക്ക് ഗുജറാത്തിന് അതിർത്തി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കിഴക്ക് ഭാഗത്തായിട്ട് ആരുണ്ട്? യെസ്, നമുക്കറിയാം, മധ്യപ്രദേശ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നോക്കിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് അല്ലെ? ഇനി ഗുജറാത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ആരുണ്ട്? നമ്മുടെ മഹാരാഷ്ട്രയുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര 3 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഗുജറാത്തിനെ അതിർത്തി എന്ന് നമുക്ക് കാണാൻ പറ്റും. പടിഞ്ഞാറേ അറ്റത്തല്ലേ അല്ലെ? അപ്പോ ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു. അതിർത്തി ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ്? രാജസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്, പിന്നെ ആരുമായിട്ടാണ്? മധ്യപ്രദേശുമായിട്ട് അതിർത്തിയുണ്ട്, പിന്നെ മഹാരാഷ്ട്രയായിട്ട് അതിർത്തിയുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പോരാ, യൂണിയൻ ടെറിട്ടറീസുമായിട്ട്, സ്റ്റേറ്റ്സ് ഈ 3 സ്റ്റേറ്റുകളുമായിട്ടാണ്. പക്ഷേ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ഗുജറാത്തിന് അതിർത്തിയുണ്ട്. നിങ്ങൾ ഈ റീസെന്റ് ആയിട്ട് ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി 2 യൂണിയൻ ടെറിട്ടറികളെ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒരുമിച്ചായി ചേർത്തത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിലെ കുറെയൊക്കെ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ദാദ്ര സ്ഥിതി ചെയ്യുന്നത്, ദാമനും അതുപോലെ ദാദ്രയും സ്ഥിതി ചെയ്യുന്നത്, ദാമനും ദാദ്രയും സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, ദാമനും ദാദ്രയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി ദിയുജ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ തന്നെയാണ്, പക്ഷെ ദിയു കടലിലായിട്ടാണ്, നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്തിന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിലാണ്. ഇതൊരു ഐലൻഡ് ആണ്, ഇതൊരു ദ്വീപാണ്, അറബിക്കടലിലായിട്ടാണ് ദിയു സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാക്കി ആരാ ഉള്ളത്? നാഗർ ഹവേലിയാണ്. നാഗർ ഹവേലി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിനും മഹാരാഷ്ട്രയുടെയും ഇടയിലായിട്ടാണ്. കൂടുതൽ ഭാഗവും മഹാരാഷ്ട്രയിൽ അടുത്തായിട്ടാണ്, പക്ഷെ ഗുജറാത്തിന്റെ അതിർത്തിയിൽ നമുക്ക് നാഗർ ഹവേലിക്ക് കാണാൻ പറ്റും. പൂർണ്ണമായും നാഗർ ഹവേലി മഹാരാഷ്ട്രയിൽ ചുറ്റപ്പെട്ടതാണെന്ന് നമ്മൾ പല പുസ്തകങ്ങളിലും വായിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞതിന് ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിൽ ഇതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ നാഗർ ഹവേലി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ്. അപ്പോ മഹാരാഷ്ട്രയുണ്ട്, ഗുജറാത്തും ഉണ്ട്, എവിടെയല്ലേ? യെസ്. അപ്പൊ സെറ്റ് അല്ലേ? അപ്പോ ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി. അതില് ദാമനും അതുപോലെ ദാദ്രയും ഗുജറാത്തിലാൽ ചുറ്റപ്പെട്ട യൂണിയൻ ടെറിട്ടറി ആണ്. ദിയു എന്ന് പറയുന്ന അറബിക്കടലിലാണ്. ഇനി നാഗർ ഹവേലി എന്ന് പറയുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കഴിഞ്ഞില്ല. ഇനി നമ്മൾ എന്താ നോക്കുക? രാജ്യാന്തര അതിർത്തിയാണ് അല്ലെ? രാജ്യാന്തര അതിർത്തി ഏത് രാജ്യമായിട്ടാണ് നമ്മുടെ ഗുജറാത്തിന് അതിർത്തി? നമുക്കറിയാം, തൊട്ടപ്പുറം ആരുണ്ട്? പാകിസ്ഥാൻ ഉണ്ട്. ഗുജറാത്തിലെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഈ കടലിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ച് അവരെയൊക്കെ പാകിസ്ഥാൻ ജയിലിലൊക്കെ അടക്കാറുണ്ട്. അതുപോലെ പാകിസ്ഥാനി മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യയിലേക്ക് വന്ന് ആ സമയത്ത് മീൻ പിടിക്കുന്ന സമയത്ത് അറിയാതെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മളും ഈ ഇന്ത്യൻ സൈനികരും ഇവരെ നമ്മുടെ ജയിലുകളിൽ അടക്കാറുണ്ട്. ഓഗസ്റ്റ് 15 പോലെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുന്ന സമയത്ത് ഈ പ്രിസണേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ പാകിസ്ഥാനുമായിട്ടാണ് ഗുജറാത്തിന് അതിർത്തിയുള്ളത്. പോരാത്തതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗുജറാത്തിലായിട്ട് ഇത് ഏറ്റവും ഈ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പാകിസ്ഥാനുമായി ഇന്ത്യക്ക് ഒരു തർക്കഭൂമി പോലും ഉണ്ട്. അപ്പൊ രാജ്യം നമുക്ക് മനസ്സിലായി ആരുമായിട്ടാണ്? പാകിസ്ഥാനുമായിട്ടാണ്. ഏതാ ഈ തർക്കഭൂമി? പാകിസ്ഥാനുമായിട്ടുള്ള തർക്കഭൂമി ഏതാണ്? പാകിസ്ഥാനുമായിട്ടുള്ള തർക്കഭൂമിയാണ് ഏതാണ്? ഗുജറാത്തിലെ സർക്രീക്ക്. എന്താ? സർക്രീക്ക്. ഈ സർക്രീക്ക് റാൻ ഓഫ് കച്ചിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഓക്കെ, ഇത് മൊത്തം എന്താണ്? ചതുപ്പ് നിലങ്ങളാണ്, കണ്ടൽ വനങ്ങളാൽ നിറഞ്ഞ പ്രദേശങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിർത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? വെള്ളത്തിൽ വരയാൻ പറ്റൂലല്ലോ. അപ്പോ വെള്ളത്തിൽ ഈ അതിർത്തി വരാൻ പറ്റാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലാറുണ്ട്. അപ്പോ ഇതൊരു തർക്കഭൂമിയായി ഇപ്പോഴും അവശേഷിക്കുന്നു. പാകിസ്ഥാനുമായിട്ട് രണ്ട് തർക്കഭൂമിയാണുള്ളത്, ഒന്ന് സർക്രീക്കും ഒന്ന് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അഥവാ POK. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ സാധാരണ എന്താ നോക്കാറ് മാപ്പിംഗ് സീരീസിൽ? തലസ്ഥാനം പിന്നെ മറ്റു നഗരങ്ങൾ. ഇതേ മാപ്പിൽ നോക്കിക്കോ, കണ്ടുപിടിച്ചോ. ഞാൻ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പറയൂ, ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗുജറാത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആയിരുന്നു. ഗുജറാത്തിന്റെ പഴയ തലസ്ഥാനം എന്ന് പറയുന്നത് അഹമ്മദാബാദ് ആയിരുന്നു. ഓക്കെ, അഹമ്മദാബാദ് ആയിരുന്നു തലസ്ഥാനം. അഹമ്മദാബാദ് വളരെ റഷ് ആയിട്ട് കിടക്കുന്ന ഭയങ്കര വലിയ ഒരു നഗരമാണ്. ഇന്ത്യയിലെ ഒരു തലസ്ഥാനേതര നഗരത്തിലെ ഏറ്റവും വലിയ നഗരമാണ് അഹമ്മദാബാദ്. ഒരു മെഗാ സിറ്റി തന്നെയാണ്. അപ്പോ ഈ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ തലസ്ഥാനം മാറ്റി ഗാന്ധിനഗർ എന്ന് പറഞ്ഞിട്ടുള്ള നോക്കിയ അഹമ്മദാബാദിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഗാന്ധിനഗറും കാണുന്നത്. കണ്ടില്ലേ? രണ്ടും തൊട്ടടുത്തുള്ള പ്രദേശമാണ്. ബേസിക്കലി നിങ്ങൾക്ക് അഹമ്മദാബാദിന്റെ അടുത്ത് തന്നെ ആ ഒരു സിറ്റിയുടെ സാറ്റലൈറ്റ് സിറ്റി ആയിട്ടാണ് ഗാന്ധിനഗർ കാണുന്നത്. രണ്ടും അടുത്തടുത്തുള്ള സ്ഥലം. എന്നാലും അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗറാണ് നമ്മുടെ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ആരാ? ഗാന്ധി അല്ലേ? മഹാത്മാഗാന്ധി അല്ലേ? അദ്ദേഹത്തിന്റെ സബർമതി ആശ്രമം, അദ്ദേഹം ജനിച്ച പോർബന്തറും എല്ലാം ഇവിടെ തന്നെയല്ലേ? സ്വാഭാവികമായിട്ടും ഗാന്ധിനഗറാണ് തലസ്ഥാനം. ഈ കാര്യം ആലോചിക്കുക. ഓക്കെ, പിന്നെയുള്ള സിറ്റികൾ, ഒന്ന് അഹമ്മദാബാദ്, ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റികൾ ഒന്ന്. രണ്ട് കാണ്ടില തുറമുഖമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കച്ച് ഉൾക്കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് കാണ്ടില തുറമുഖം. അതിന് അനുബന്ധിച്ച സിറ്റി. പിന്നെ പോർബന്തർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട്. ജുനഗഡ് എന്ന് പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികൾ ഗാന്ധി നഗറും അഹമ്മദാബാദും കാണ്ടിലയും. പിന്നെ ബറോഡ എന്ന് മുമ്പ് അറിയപ്പെട്ട ബറോഡയൊക്കെ കേട്ടിട്ടില്ലേ?
വഡോദര എന്നാണ് ഇതിന്റെ പുതിയ പേര്. വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് സൂറത്താണ്. വജ്രങ്ങൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സൂറത്ത്. ക്ലിയർ അല്ലേ? നോട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിറ്റികൾ. ഇനിയും ഉണ്ട് ഒരുപാട് സിറ്റികൾ. ഭാവ്നഗർ ഉണ്ട്, അല്ലെ? സുരേന്ദ്രനഗർ ഉണ്ട്, അതുപോലെ ഭരൂച്ച്, ഹിസ്റ്ററി ബുക്കുകളിലൊക്കെ നിങ്ങൾ പരിചയപ്പെട്ട ഭരൂച്ച്. ഇതൊക്കെ പല സിറ്റികളാണ്. ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് നമുക്ക് ആവശ്യമുള്ള സിറ്റികൾ. ക്ലിയർ അല്ലേ? ഭൂജ്, പണ്ട് ഗുജറാത്ത് ഭൂകമ്പം നടന്ന സ്ഥലമാണ് ഇത്, ഈ ഭൂജ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ തലസ്ഥാനം ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഗാന്ധിനഗറിനെ കൊണ്ടാണ്. ഗാന്ധിനഗർ എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ എന്താണ്? ക്യാപിറ്റൽ സിറ്റിയാണ്, അല്ലെ? തലസ്ഥാന നഗരം. ഇനി ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ്സുകളാണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ ഇന്ത്യയിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഏറ്റവും ആസൂത്രിതമായ സിറ്റികളിൽ ഒന്നാണ്, ആസൂത്രിതമായ നഗരമാണ് ഈ പറഞ്ഞ ഗാന്ധിനഗർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആസൂത്രിതമായിട്ട് പണിത സിറ്റികളിൽ രണ്ടാമത്തെ സിറ്റിയാണ് നമ്മുടെ ഗാന്ധിനഗർ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ആസൂത്രിതമായിട്ടുള്ള രണ്ടാമത്തെ സിറ്റി. ഇപ്പൊ ഫസ്റ്റ് ആരാ? ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മുടെ ചണ്ഡീഗഡ് ആണ്. ഞാൻ ആ കാര്യം നമ്മൾ ഹരിയാന പഞ്ചാബ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായിട്ട് പണിത ഒരു സിറ്റിയാണ്, അല്ലെ? ഇനി അടുത്തത് ഗാന്ധിനഗറിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷമാണ് അക്ഷർധാം ക്ഷേത്രം. ഓക്കെ, അക്ഷർധാം ടെമ്പിള്. നിങ്ങൾക്ക് ഈ മാപ്പില് ഈ പിക്ചറിൽ കാണുന്ന അക്ഷർധാം ടെമ്പിൾ ആണ്. വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വളരെ വലിയൊരു ക്ഷേത്രമാണിത്. അക്ഷർധാം ടെമ്പിൾ എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര്. അപ്പൊ ഗുജറാത്തിലെ ക്ഷേത്രം നമ്മൾ കണ്ടു. കൊള്ളാം. ഏതാണ്? അക്ഷർധാം ക്ഷേത്രം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് PSC ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അഹമ്മദാബാദാണ്. നമ്മൾ ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഗാന്ധിനഗർ നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാം. ഇതാണ് ഗാന്ധിനഗർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? അഹമ്മദാബാദിലേക്കാണ്. നോക്കാലോ. നോക്കിയേ, വളരെ വലിയൊരു സിറ്റിയാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. വളരെ വലിയൊരു സിറ്റിയാണ്. ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്, ഇതിന്റെ ഹാർട്ട് മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇനിയും ബാക്കി ഒരുപാട് ദൂരം ഈ സിറ്റി കിടക്കുന്നത്. അതായത് ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആക്ച്വലി ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ സിറ്റി ആയതുകൊണ്ട് പതിയെ നമ്മൾ അത് മാറ്റിയതാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനമല്ലാത്ത നഗരം. പൊതുവെ ഇന്ത്യയിലെ വലിയ നഗരങ്ങൾ എന്ന് പറയുന്നത് അതത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരിക്കും, അല്ലെ? ഇപ്പൊ മഹാരാഷ്ട്ര നോക്കിയേ, മുംബൈ, അല്ലെ? ഇനി നമ്മുടെ എന്താണ് തമിഴ്നാട് എടുത്തു കഴിഞ്ഞാൽ ചെന്നൈ, അല്ലെ? കർണാടക എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ. അപ്പൊ എല്ലാം തലസ്ഥാന നഗരങ്ങളാണ് ഏറ്റവും വലുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര അല്ലെങ്കിൽ തലസ്ഥാനമല്ലാത്ത നഗരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അഹമ്മദാബാദാണ്. ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം, ഇന്ത്യയുടെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്. ഇതിന്റെ ആദ്യത്തെ പേര്, അഹമ്മദാബാദ് പണ്ട് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് കർണാവതി എന്നാണ്. കർണാവതി എന്നായിരുന്നു അഹമ്മദാബാദിന്റെ പഴയ പേര്. ഓക്കെ, ഇക്കാര്യം മറക്കരുത്. അഹമ്മദാബാദ്, കർണാവതി. ഇനി സ്വാഭാവികമായിട്ടും നമ്മുടെ ഗുജറാത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വ്യാവസായിക തലസ്ഥാനം. ഇവിടെ അഹമ്മദാബാദിന്റെ പ്രത്യേകത, ഗുജറാത്തിലെ പൊതുവെയുള്ള പ്രത്യേകത, ഗുജറാത്തിന്റെ പകുതി ഭാഗങ്ങളും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ഉൾപ്പെടുന്നത്. നമ്മുടെ പീഠഭൂമി എങ്ങനെയാണ് ഉണ്ടായത്? ഡെക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയല്ലേ? അപ്പൊ ഗുജറാത്തിലൊക്കെ ലാവ ഒഴുകിയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ കാണുന്ന മണ്ണ് ഏതായിരിക്കും? കറുത്ത മണ്ണല്ലേ? ലാവ പൊടിഞ്ഞുണ്ടായ അല്ലെങ്കിൽ ലാവ തണുത്തു കഴിഞ്ഞാൽ പാറയാകും, ബസാൾട്ട് പാറകളാകും. ഈ ബസാൾട്ട് ആഗ്നേയ ശിലകൾ പൊടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറുത്ത മണ്ണാണ് കിട്ടുക. അപ്പൊ കറുത്ത മണ്ണ് ഒരുപാട് ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൃഷിയായിരിക്കും കൂടുതൽ? ഗുജറാത്തില് പരുത്തി കൃഷിയായിരിക്കും, അല്ലെ? പരുത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നുണ്ടാവും? ഡ്രസ് ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? ടെക്സ്റ്റൈൽസ് തുണി മില്ലുകൾ ഉണ്ടാവില്ലേ? അപ്പോ ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തുണിമില്ലുകളുള്ള രണ്ട് സംസ്ഥാനമാണ് മഹാരാഷ്ട്രയും നമ്മുടെ ഗുജറാത്തും. ശരിക്കും മഹാരാഷ്ട്രയിൽ പോപ്പുലേഷൻ കൂടി, മുംബൈയിൽ ഒരുപാട് ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടി
അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഈ തുണിമില്ലുകളൊക്കെ ഗുജറാത്തിലും തുടങ്ങി. അങ്ങനെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് നമ്മൾ കൂടുതലും തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ കാണ്ടില അഹമ്മദാബാദ് ഭാഗത്ത് ഒരുപാട് തുണിമില്ലുകൾ നമുക്ക് കാണപ്പെടുന്നത് അഹമ്മദാബാദിന് ചുറ്റുമായിട്ട്. അപ്പൊ അഹമ്മദാബാദിന് ചുറ്റുമുള്ള മേഖലകളിലൊക്കെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ പരുത്തിപ്പാടങ്ങളാണ്. പരുത്തിപ്പാടങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ്. കറുത്ത മണ്ണാണ് ഇതിന് കാരണം. അപ്പൊ അഹമ്മദാബാദ് എന്തായിരിക്കും അറിയപ്പെടുന്നത്? അഹമ്മദാബാദ് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ്. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കോട്ടൺ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അതായത് തുണിയാണ്. മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ UK-യിലെ ഇതുപോലെ തുണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ അഹമ്മദാബാദിനെയാണ് വിളിക്കുന്നത്. മാഞ്ചസ്റ്റർ UK-യിലുണ്ട്. അതേപോലെ ഇവിടെയുള്ളത് മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഈ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇതാണ്. അതിന് കാരണം പരുത്തിയാണ്. പരുത്തിക്ക് കാരണം കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണിന് കാരണം ലാവയാണ്. സെറ്റ് അല്ലേ? കിട്ടിയില്ലേ? ഇതേപോലെയാണ് മുംബൈ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തുണിമില്ല് എവിടെ ഉണ്ടായത്? മുംബൈയിലല്ലേ? മുംബൈ അറിയപ്പെട്ടിരുന്നത് എന്താ? കോട്ടണോപോളിസ്. മനസ്സിലായില്ലേ? കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോട്ടണോപോളിസ് ആണ്. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ്. രണ്ടിനും കാരണം ഒന്ന് തന്നെ, പരുത്തി, കറുത്ത മണ്ണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ വ്യാവസായിക തലസ്ഥാനം എന്തുകൊണ്ട് പേര് വന്നു എന്ന് മനസ്സിലായില്ലേ? ഒരുപാട് തുണിമില്ലുകളും മറ്റ് വ്യവസായങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലാണ് വ്യവസായം വളരെയധികം കൂടുതലായിട്ട് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഓക്കെ, സോ അതും നമ്മൾ കഴിഞ്ഞു. ഡെനിം സിറ്റി എന്നും പറയാറുണ്ട്. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആരാണ്? ഈ ഒരു അഹമ്മദാബാദ്. ഇനി പറയാനുള്ളത് അഹമ്മദാബാദിന് ഒരു പ്രത്യേകതയുണ്ട്. അഹമ്മദാബാദിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരമാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്ത ഇന്ത്യയിലെ ആദ്യ നഗരമാണ് നമ്മുടെ അഹമ്മദാബാദ് എന്ന് പറയുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരമാണ് ഈ പറഞ്ഞ അഹമ്മദാബാദ്. ഈ കാര്യം മറക്കരുത്, ഒരു കാരണവശാലും മറക്കരുത്. PSC മുമ്പ് ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്ത ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് 2017 കേട്ടോ. ഇത് ലോക പൈതൃക പട്ടികയിലെ നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ചു നേരത്തെ മധ്യപ്രദേശിൽ 2 സ്ഥലങ്ങൾ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട 2 സ്ഥലങ്ങൾ. അത് കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ നോക്കുക. 2 സ്ഥലങ്ങൾ നമ്മൾ ലോക പൈതൃക പട്ടികയിൽ മധ്യപ്രദേശിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിന് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരിക. ഓക്കെ, സോ അടുത്തത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് കേരള PSC ചോദിക്കുന്നത് കമല നെഹ്റു സുവോളജിക്കൽ പാർക്ക്, മൃഗശാല. അതായത് അഹമ്മദാബാദിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് അവിടുത്തെ സൂ അഥവാ നമ്മുടെ മൃഗശാല. ഈ മൃഗശാലയുടെ പേര് കമല നെഹ്റു സുവോളജിക്കൽ പാർക്ക് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു, മുൻ പ്രധാനമന്ത്രി, ആദ്യ പ്രധാനമന്ത്രി ആയിരിക്കുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ പത്നിയുടെ പേരാണ് കമല നെഹ്റു എന്ന് പറയുന്നത്. കമല നെഹ്റുവിന്റെ പേരിലാണ് സുവോളജിക്കൽ പാർക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അഹമ്മദാബാദ് കഴിഞ്ഞല്ലോ. എന്തൊക്കെ കാര്യം അഹമ്മദാബാദിൽ പറഞ്ഞാൽ നോക്കിയേ. കർണാവതി എന്നാണ് ഇതിന്റെ പഴയ പേര്. നമ്മുടെ ആദ്യ തലസ്ഥാനമായിരുന്നു. പിന്നീട് ക്രൗഡ് കൂടിയ സമയത്ത് ഇത് ഗാന്ധിനഗർ ആക്കി. ഓക്കെ, ഗാന്ധിനഗറാണ് ഇപ്പോഴത്തെ തലസ്ഥാനം. ഏറ്റവും വലിയ തലസ്ഥാനം മാറ്റിയില്ലേ? അപ്പൊ തലസ്ഥാനേതര നഗരം ഏറ്റവും വലുത് ഇന്ത്യയിലെ ഈ പറഞ്ഞ അഹമ്മദാബാദ് ആണ്. വ്യാവസായിക തലസ്ഥാനമാണ് ഗുജറാത്തിന്റെ. ഇനി മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാനും ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടാനുള്ള കാരണം മനസ്സിലായി. വ്യാവസായിക നഗരമാണ്. തുണി മില്ലുകളാണ് മെയിൻ വരുമാനം. കോട്ടണോപോളിസ് മുംബൈ ആണ്, മറക്കരുത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇന്ത്യയിലെ നഗരമാണ് 2017 നമ്മുടെ അഹമ്മദാബാദിനെ. പിന്നെ കമല നെഹ്റു സുവോളജിക്കൽ പാർക്ക് സൂ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അഹമ്മദാബാദ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് സൂറത്താണ്. സൂറത്ത് നമുക്ക് ആദ്യം മാപ്പിൽ നോക്കണ്ടേ? ദേ നോക്കിക്കോ, നമ്മൾ മാപ്പ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. നോക്കിയേ, ഇതാണ് സൂറത്ത്. ഓക്കെ, അതായത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിന്റെ കച്ചിലാണോ, കത്തിയവാറിലാണോ, സൗരാഷ്ട്രയിലാണോ? പറഞ്ഞേ, കച്ചിലാണോ, കത്തിയവാറിലാണോ, സൗരാഷ്ട്രയിലാണോ? സൗരാഷ്ട്രയിലായിട്ടാണ് സൂറത്ത്. പേര് തന്നെയാണ് സൗരാഷ്ട്ര, സൂരത്, സൂര്യപുരം അല്ലെ?
സൂര്യാപൂർ എന്നാണ് ഇതിന്റെ ആക്ച്വലി പഴയ പേര് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പേര് പഴയ പേര് എന്ന് പറയുന്നത് സൂര്യാപൂർ എന്നാണ്. സൂര്യാപൂരിൽ നിന്നാണ് ഈ പറഞ്ഞ സൂറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലേക്ക് ഇത് മാറിയത്. ഇനി എന്തിനാണ് ഇത് ഫേമസ്? എന്തിനാണോ ഫേമസ്? എന്താ ഈ സാധനം? ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇവര് ഡയമണ്ട് ആക്ച്വലി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡയമണ്ട് നമുക്ക് റോ ഡയമണ്ട് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പൊതുവെ ചെയ്യുന്നത് ഡയമണ്ടിനെ ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്തിരിക്കുക. ഇന്ത്യയിലെ ഒരേ ഒരു വജ്രഖനി ഏതാ? പന്ന. മധ്യപ്രദേശിലെ പന്നയാണ്. പന്നയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡയമണ്ട് കട്ട് ചെയ്തെടുക്കും. സോറി, കുഴിച്ചെടുക്കും. ഈ ഡയമണ്ടിനെ കട്ട് ചെയ്യുന്നത് സൂറത്തിൽ വെച്ചിട്ടാണ്. അതായത് സൂറത്ത് ഡയമണ്ടുകൾക്ക് ഫേമസ് ആണ്. നിങ്ങൾ ഈ കാണുന്നത് ഡയമണ്ട് കുറച്ചുകൂടി സൂറത്തിലെ ഡയമണ്ടിന്റെ എന്താണ് ഈ ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഇൻഡസ്ട്രി കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ആരംഭിച്ച ഒരു കെട്ടിടമാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഡയമണ്ട് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ സൂറത്തിനെ മാറ്റാനുള്ള ഒരു വലിയ പ്രൊജക്ട് ഉണ്ട് ഇത്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഈ മേലെ കാണുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ഡയമണ്ട് കട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. യെസ്. അപ്പൊ സൂറത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യയുടെ ഡയമണ്ട് ക്യാപിറ്റൽ ആണ് അല്ലെ? ഇന്ത്യയുടെ ഡയമണ്ട് അല്ലെ? ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ വജ്ര നഗരം, ഇന്ത്യയുടെ വജ്ര നഗരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരാണ്? സൂറത്താണ്. ഇന്ത്യയുടെ വജ്ര നഗരം, മറക്കരുത്. ഇനി സൂറത്ത് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ കരയിലാണ്. താപ്തി നദിക്കരയിലായിട്ടാണ് സൂറത്ത് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് നദികളാണ് കമ്പത്ത് ഉൾക്കടലിൽ പോയി ചേരുന്നതെന്ന്. ദാ ഇവിടെ ആയിട്ട് നമുക്ക് താപ്തിയും കാണാം, ഇവിടെ ആയിട്ട് നർമ്മദയും കാണാം. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, അതിൽ താപ്തി നദിക്കരയിലായിട്ടാണ് നമ്മുടെ സൂറത്ത് സ്ഥിതി ചെയ്യുന്നത്. സെറ്റ് അല്ലേ? കണ്ടല്ലോ. അപ്പൊ അതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, നമ്മുടെ സൂറത്തിലാണ്. കമലാ നെഹ്റു എവിടെയായിരുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള സൂ അത് നേരെ നമ്മൾ ഇവിടെ പഠിച്ചു, അഹമ്മദാബാദിലാണ് അല്ലെ? ഇനി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഗാർഡൻ, മറ്റേത് സൂ ആണ്, ഇത് ഗാർഡൻ ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടും നെഹ്റു തന്നെ. ഇപ്പൊ സൂറത്ത് ജവഹർലാൽ നെഹ്റു ഗാർഡൻ എന്ന് അറിയപ്പെടുന്നു, സൂറത്തിലെ ആ ഒരു ഗാർഡൻ. സോ ഈ കാര്യം മറക്കരുത്. ഇനി സൂറത്തിലാണ് നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റീൽ സ്ലാഗ് ഉപയോഗിച്ചിട്ടുള്ള റോഡ് നിർമ്മിച്ചത്. 2023 ഡിഗ്രി മെയിൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2023 ഡിഗ്രി മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. സ്റ്റീൽ സ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാവസായിക അവശിഷ്ടങ്ങൾ, അതായത് മാലിന്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഇതിനെ ഒരു പ്രത്യേക കോമ്പൗണ്ട് ആക്കി മാറ്റി റോഡ് നിർമ്മാണത്തിന് ടാറിന്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് സ്റ്റീൽ സ്ലാഗ് ഉപയോഗിച്ചിട്ട റോഡ് ഉണ്ടാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു. അത് സൂറത്തിലാണ്, മറക്കരുത്. അപ്പൊ നമ്മൾ സൂറത്തിന്റെ ആ ഒരു പോയിന്റ് കഴിഞ്ഞു. സൂറത്ത് കഴിഞ്ഞു. സൂറത്ത് എന്ന് കേൾക്കുമ്പോൾ ഈ പിക്ചർ അവലോകിക്കുക. ഡയമണ്ട് കട്ടിങ്ങിന് ഡയമണ്ട് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ, വജ്ര നഗരം. അപ്പൊ കഴിഞ്ഞില്ല. ഇനി നമ്മൾ ലാസ്റ്റ് പോകുന്നത് വഡോദരയാണ്. കഴിഞ്ഞില്ല, വഡോദരയിലേക്ക് പോവാണ്. വഡോദരയിലൊന്നും കാര്യമായിട്ട് പോയിന്റ് ഇല്ല. പഴയ പേര് ആലോചിച്ചാൽ മതി, പേരിന്ന് തന്നെ കിട്ടും. വഡോദര, ബറോഡ. വഡോദര, ബറോഡ. സെറ്റ് അല്ലേ? അപ്പൊ അത് കിട്ടി. നമ്മുടെ ഗുജറാത്തിന്റെ സാംസ്കാരിക നഗരമാണ് നമ്മുടെ വഡോദര എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെ സാംസ്കാരിക നഗരമാണ് വഡോദര. ഗുജറാത്തിന്റെ സാംസ്കാരിക നഗരം. സോ ഈ കാര്യം മറക്കരുത്. ക്ലിയർ അല്ലേ? സാംസ്കാരിക നഗരമാണ്. എല്ലാ സംസ്ഥാനത്തിനും നമ്മൾ സാംസ്കാരിക നഗരങ്ങൾ പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇത് പറഞ്ഞതാണ് അല്ലെ? സോ അതേപോലെ ആത്മീയ നഗരം അല്ലെ? യുപിയുടെ ആത്മീയ നഗരം വാരണാസി, ഇതൊക്കെ ഓർമ്മയില്ലേ? യെസ്. അതേപോലെ ഗുജറാത്തിന്റെ സാംസ്കാരിക നഗരമാണ് നമ്മുടെ വഡോദര അഥവാ ബറോഡ്. സെറ്റ് അല്ലേ? വഡോദര അഥവാ ബറോഡ്. പിന്നെയുള്ളത് ജാംനഗർ ആണ്. ജാംനഗർ എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. ജാംനഗർ ആദ്യം നമ്മൾ മാപ്പിൽ രേഖപ്പെടുത്തും. ഇതാണ് ജാംനഗർ. വഡോദര നേരത്തെ രേഖപ്പെടുത്തിയില്ല, ഇതാണ് വഡോദര. ജാംനഗറിലേക്കാണ് പോകുന്നത്. ജാംനഗർ നിങ്ങൾക്ക് അറിയാം, നോക്കിയേ, കടലിന്റെ അടുത്താണല്ലേ സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് ഓഫ് കച്ചിന് അടുത്തല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം.
ജാംനഗറിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ടോ? അല്ലെ? ജാംനഗറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മറൈൻ നാഷണൽ പാർക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മറൈൻ നാഷണൽ പാർക്ക്. അപ്പോ ജാംനഗറിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ് ജാംനഗർ കാണ്ടില. ആക്ച്വലി ഗൾഫ് ഓഫ് കച്ചിലാണ്. കച്ച് മറൈൻ നാഷണൽ പാർക്ക് എന്നാണ് ഇതിന്റെ പേര്. അപ്പോ മറൈൻ നാഷണൽ പാർക്ക് നമുക്ക് ജാംനഗറിൽ കാണാൻ പറ്റും. കാരണം ജാംനഗർ കച്ച് ഉൾക്കടലിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? സ്വാഭാവികമായിട്ടും ജാംനഗറിന് അടുത്ത് തന്നെയായിരിക്കും ഈ മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ ഇതാ ഈ കച്ച് ഈ ഒരു ഉൾക്കടൽ വഴി കുറെ പെട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിലേക്ക് തുറമുഖങ്ങൾ വഴി എത്തിക്കുന്നുണ്ട്. കാണ്ടല തുറമുഖവും മറ്റും വഴി എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെട്രോള് സാധാരണ നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അതിനെ ശുദ്ധീകരിച്ച് പെട്രോൾ പല പ്രൊഡക്ട്സുകളാക്കിയിട്ട് മാറ്റും. പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റിയിരിക്കും. ഇതിനെയാണ് നമ്മൾ എണ്ണ ശുദ്ധീകരണശാല അഥവാ റിഫൈനറി എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് പല വിഭവങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ നമുക്ക് റിലയൻസിന്റെ അംബാനിയുടെ എണ്ണ ശുദ്ധീകരണശാല അഥവാ നമ്മുടെ പെട്രോൾ റിഫൈനറി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എവിടെയാ? ജാംനഗറാണ്. ഒരുപാട് വ്യവസായശാലകളുള്ള സ്ഥലമാണ് ജാംനഗർ. സോ ഈ കാര്യം മറക്കരുത്. ഇനി മറ്റൊരു ചോദ്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗോവർദ്ധൻ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നതും ജാംനഗറിലാണ്. ഗോവർദ്ധൻ എയർപോർട്ട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും ജാംനഗറിലാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? കാണ്ടില പോർട്ടിലേക്ക് പോകാം. നമ്മുടെ തുറമുഖമാണ്, ഇന്ത്യയുടെ വേലിയേറ്റ തുറമുഖമാണ് ഈ കാണുന്നത്. ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഈ കാണുന്നത്. യെസ്, കാണ്ടില മേജർ പോർട്ട്, ഗവൺമെന്റിന്റെ കീഴിലുള്ള തുറമുഖങ്ങളിൽ ഏറ്റവും വലുതാണ് ഗുജറാത്തിലെ. ഓക്കെ, കാണ്ടില. ഇതല്ലാതെ നമ്മുടെ അദാനിയുടെ ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് പറയുന്നത് മുന്ദ്രയാണ്. പക്ഷെ മുന്ദ്ര എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ല, പ്രൈവറ്റ് ആണ്. അപ്പൊ നമ്മൾ പറയും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ജാംനഗർ നമ്മൾ കഴിഞ്ഞു. കാണ്ടിലയെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു പിക്ചറിൽ. ഇന്ത്യയുടെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം, അല്ലെ? ഇന്ത്യയുടെ വേലിയേറ്റ തുറമുഖമാണ് നിങ്ങൾ ഇതാ ഈ പിക്ചറിൽ കാണപ്പെടുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ പോർട്ടിന്റെ പേര് കാണ്ടില പോർട്ട് എന്നാണ്, അല്ലെങ്കിൽ ഇതിന്റെ പുതിയ പേര് എന്ന് പറയുന്നത് ദീൻ ദയാൽ ഉപാധ്യായ പോർട്ട്. ഓക്കെ, ദീൻ ദയാൽ ഉപാധ്യായ പോർട്ട് എന്നാണ് ഇതിന്റെ പുതിയ പേര്. ഇപ്പൊ കാണ്ടില പോർട്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ ദീൻ ദയാൽ ഉപാധ്യായ പോർട്ട് എന്നാണ് പറയുന്നത്. ഇത് ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ്. ഓക്കെ, ഏറ്റവും വലിയ ഗുജറാത്തിലെ. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അടുത്തത് നമ്മൾ നദികളിലേക്കാണ് പോകുന്നത്. സിമ്പിൾ. ഗുജറാത്തിലെ നദികൾ പഠിക്കാൻ വളരെ സിമ്പിളാണ്. രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഏതാ? സൗരാഷ്ട്രയിലൂടെ ഒഴുകുന്ന ഇവന്റെ പേരെന്തായിരുന്നു? നർമ്മദ. എടാ, നർമ്മദ നമ്മൾ വായിൽ വരുമ്പോ അപ്പൊ തന്നെ വീണ്ടും എന്ത് വരും? തപ്തി എന്നും പറയും. എന്താ കാരണം? രണ്ടും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ നദികളാണ്. രണ്ടും ഒരുപോലെയാണ് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇരട്ടകൾ എന്നൊക്കെയാണ് ഇവന്മാരെ വിളിക്കുന്നത്. ഇന്ത്യയുടെ ഇരട്ട നദികൾ, ട്വിൻസ്, അല്ലെ? നർമ്മദയും താപിയും ഒരുമിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെ? രണ്ടും വന്ന് പതിക്കുന്നത് ഗുജറാത്തിന്റെ സൗരാഷ്ട്ര ഭാഗത്ത് വെച്ച് ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചാണ്. ഗൾഫ് ഓഫ് കമ്പത്തിലാണ് പോയി പതിക്കുന്നത്. നിങ്ങൾക്ക് ഇതാ മാപ്പിൽ കാണാൻ പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇവനല്ലാതെ നമുക്ക് എക്സാമിന് വേണ്ട മറ്റൊരു നദിയാണ് ഇത്. അഹമ്മദാബാദ് ഗാന്ധിനഗറിലൂടെ ഒഴുകുന്ന നദി. ഗാന്ധിനഗർ ആരുടെ ആശ്രമമായിരുന്നു? ഗാന്ധിയുടെ ആശ്രമം. എന്താ ആശ്രമത്തിന്റെ പേര്? സബർമതി ആശ്രമം. എന്തുകൊണ്ട് ആശ്രമത്തിന് ആ പേരിട്ടത്? ഇതേതാ നദി? സബർമതിയാണ്, അല്ലെ? സബർമതി നദിയാണ് ഈ കാണുന്നത്. അപ്പൊ നർമ്മദ, അതുപോലെ താപ്തി, അതുപോലെ സബർമതി, ഇതൊക്കെയാണ് നമ്മുടെ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട 3 നദികൾ. ഇനി നദിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം ഞാൻ പറയുന്നത് നർമ്മദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നർമ്മദ എവിടെയാ ഒഴുകി എത്തുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നർമ്മദയിൽ നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമിനോടനുബന്ധിച്ച് ഒരു സംഭവം കാണാൻ പറ്റും. സർദാർ സരോവർ ഡാമിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം. സർദാർ 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 വല്ലഭായി പട്ടേൽ എന്ന് വെച്ചാൽ ഇതെന്താ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും സർദാർ സരോവർ ഡാം രണ്ടും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നർമ്മദ നദിയിലായിട്ടാണ്. ഓക്കെ, ഈ ഡാമിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ 182 മീറ്ററോളം ഉയരമുള്ള സർദാർ വല്ലഭായി പട്ടേൽ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിമ പണിതിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം മറക്കരുത്. ഒന്ന് നമുക്ക് കിട്ടി സർദാർ സരോവർ ഡാം, രണ്ട് നമുക്ക് കിട്ടി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അല്ലെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇവിടെയാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എത്ര ഇതിന്റെ ഉയരം? 182 മീറ്റർ ആണ് ഉയരം. ഇനി അടിയാണ് ചോദിക്കുന്നതെങ്കിൽ 597 അടിയാണ്, ഫീറ്റ് ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? പോയിന്റ്സ് എല്ലാം സെറ്റ് അല്ലേ? ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇത് വേറെ എവിടെയും ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ജോഗ്രഫിയാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും മറ്റു കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി സർദാർ സരോവർ ഡാമിനൊരു പ്രത്യേകതയുണ്ട്. എന്താ സർദാർ സരോവർ ഡാമിന്റെ പ്രത്യേകത? ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ ഡാം എന്ന് പറയുന്നത്. ഈ ഡാം വരുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തിയ ഒരാളുണ്ട്. ആരാണ്? ദേ നോക്കിയേ, ഇതാണ് സർദാർ സരോവർ ഡാം വരുന്നതിന്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ സർദാർ സരോവർ ഡാം വന്നു. എന്നിരുന്നാലും ഈ ഡാം വരുന്നതിനെതിരെ ശക്തമായിട്ട് പോരാടിയ, നാഷണൽ മൂവ്മെന്റ് ആയിട്ട് മാറിയ ഈ ഒരു സമര പരിപാടിക്ക് നേതൃത്വം വഹിച്ച ആരാണിത്? മേധാ പട്കർ ആണ്. അപ്പോ നർമ്മദയില് ഡാം കെട്ടുന്നതിനെതിരെ കൊണ്ടുവന്ന പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ നർമ്മദ ബച്ചാവോ ആന്തോളന്റെ നേതാവ് എന്ന് പറയുന്നത് മേധാ പട്കർ ആയിരുന്നു. ഓക്കെ, മേധാ പട്കർ ആയിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ നർമ്മദയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇനി താപ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ ഒന്ന് ഓൾറെഡി നമ്മൾ ഏതാ പറഞ്ഞേ? ആലോചിച്ച് നോക്കിയേ, ഒരു സിറ്റി നമ്മൾ പഠിച്ചല്ലോ ഇതിന്റെ കരയില്, സൂറത്ത് അല്ലെ? സൂറത്ത് സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ കരയിലാണ്. ഇനി സൂറത്തില് തപ്തിയിലായിട്ട് നമുക്കൊരു ഡാം കാണാൻ പറ്റും, വല്ലഭ് സാഗർ സരോവർ ഡാം. വല്ലഭ് സാഗർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് താപ്തി നദിയിലായിട്ടാണ്. വല്ലഭ് സാഗർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയിലായിട്ടാണ്. ഈ ഡാമിലുള്ള ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് ഉക്കായി ജലവൈദ്യുത പദ്ധതി. ഓക്കെ, ഉക്കായി ജലവൈദ്യുത പദ്ധതി എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഉക്കായി ജലവൈദ്യുത പദ്ധതി. അല്ല, ഞാൻ മാപ്പിൽ കാണിച്ചു തരാം, ഡോണ്ട് വറി. ഓക്കെ, ഇത് നോക്കിയേ, നിങ്ങൾ കണ്ടോ വല്ലഭ് സാഗർ സരോവർ ഡാം എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നന്നായിട്ട് നോക്കിയേ, തപ്തിയിലല്ലേ? ഇതാണ് ആ ഒരു ഡാം, കണ്ടില്ലേ? ഈ ഡാം, ഈ വല്ലഭ് സർദാർ സരോവർ ഡാമിന്റെ മുന്നിൽ ഒരു ഡാം കണ്ടോ? ഉക്കായി ഡാം. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി സർദാർ സരോവർ ഡാം കണ്ടോ? കണ്ടില്ലേ? സർദാർ സരോവർ ഡാം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? യെസ്, നർമ്മദയിലാണ്. നർമ്മദ ഇങ്ങനെ ഒഴുകി പോകുമ്പോ നർമ്മദയാണ് ഈ ഡാം ഉണ്ടാക്കുന്നത് അല്ലെ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത് രണ്ടും പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ നദികൾ കഴിഞ്ഞു. സബർമതി മറക്കരുത്, സബർമതി ആശ്രമം. സബർമതി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നത് എന്ന് ആലോചിക്കാൻ സിമ്പിൾ ആണ്. സബർമതി ആശ്രമം ആരുടെയാണെന്ന് ആലോചിച്ചാൽ മതി, ഗാന്ധിനഗർ. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തടാകങ്ങളാണ്. തടാകങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം വലിയ തടാകങ്ങളൊന്നും
ഗുജറാത്തിലെ അത്ര ഫേമസ് ആയിട്ടുള്ള തടാകങ്ങൾ ഒന്ന് രണ്ടെണ്ണൊക്കെ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ പഠിക്കേണ്ടൂ. ഇവിടെ ഒരു തടാകം കാണാം. ഇതിന്റെ പേരാണ് നൽ സരോവർ. നൽ സരോവർ തടാകം. നൽ സരോവർ എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ഒരു ആവർത്തന ചോദ്യമാണ്, മറക്കരുത്. നൽ സരോവർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി ഇതല്ലാതെ നമുക്ക് എക്സാമിന് വേണ്ടത് സർദാർ സരോവർ ഡാമാണ്. ഇത് കൃത്രിമമായിട്ടുള്ള തടാകമാണ്. എന്ന് വെച്ചാൽ ഡാമിന്റെ പുറത്ത് റിസർവോയർ വെള്ളം കെട്ടിക്കിടക്കുമല്ലോ, ആ ഒരു ഡാമാണ്. അപ്പൊ സർദാർ സരോവർ ഡാം ഓൾറെഡി നമ്മൾ പഠിച്ചു. നർമ്മദാ നദിയാണ് ഉണ്ടാക്കുന്നത്, ഗുജറാത്തിലാണ്. ഇനി വല്ലഭ് സാഗർ സരോവർ ഡാമും പഠിച്ചല്ലോ. വല്ലഭ് സാഗർ സരോവർ ഡാം അതെവിടെയാണ്? തപ്തി നദിയിലാണ്. അതും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളൂ. നൽ സരോവറും അല്ലെ, നൽ സരോവറും അതുപോലെ വല്ലഭ് സാഗർ സരോവർ. ഓക്കെ, അല്ലെങ്കിൽ വല്ലഭ് സാഗർ. ഇത് രണ്ടുമാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന രണ്ട് തടാകങ്ങൾ അല്ലെങ്കിൽ ഡാമുകൾ. ഓക്കെ, ഈ കാര്യം മറക്കരുത്. ക്ലിയർ അല്ലേ? സർദാർ സരോവർ ഡാമും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നു. അപ്പൊ തടാകങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? തടാകങ്ങൾ കഴിഞ്ഞാൽ പർവ്വതത്തിലേക്ക് കഴിഞ്ഞു. നമ്മൾ മാപ്പിൽ ഇനി പർവ്വതവും ദേശീയ ഉദ്യാനങ്ങളും കൂടിയല്ലേ നോക്കുന്നത്, സ്പെഷ്യൽ ഫീച്ചേഴ്സും. ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. പർവ്വതം എന്ന് പറയുമ്പോൾ ഗുജറാത്ത് പൊതുവെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. കത്തിയവാർ പീഠഭൂമിയും കച്ച് സമതലങ്ങളുമാണ് കാണുന്നത്. എന്നിരുന്നാലും കച്ചും കത്തിയവാറും അല്ലെ. എന്നിരുന്നാലും നമുക്കിത് ഈ ഭാഗത്ത് കുറച്ച് കുന്നുകൾ കാണാൻ പറ്റും. ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് കുന്നുകൾ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ കുന്നുകൾ കാണുന്നത്. ഈ കുന്നുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇവിടുത്തെ ജീവിയുടെ പേര് ഞാൻ പറയാം. കുന്ന് നിങ്ങൾ പറയും. കുന്ന് മലയും വനങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്തിലെ. സിംഹങ്ങളെ നമുക്ക് ഇവിടെ കാണാം. കിട്ടിയില്ലേ? യെസ്, ഇതാണ് ഗിർനാർ കുന്നുകൾ കാണുന്നത് നമുക്ക് ഗുജറാത്തിലാണ്. എന്താ ഇതിന്റെ പേര്? ഗിർനാർ കുന്നുകളാണ് നമുക്ക് പർവ്വതങ്ങളായിട്ട് നമുക്ക് ഗുജറാത്തിൽ കാണുന്ന കുന്നുകൾ. ആ ഗിർനാർ കുന്നിൽ തന്നെയുള്ള വനമാണ് ഗിർ ഫോറസ്റ്റ്. ഗിർ ഫോറസ്റ്റിലാണ് നമുക്ക് എന്ത് കാണാം? ഏഷ്യൻ സിംഹങ്ങളെ കാണാം. കണ്ടാലോ? ദേ നോക്കിയേ, ഇതാണ് നമ്മുടെ ഏഷ്യൻ സിംഹങ്ങൾ. ഞാൻ ഇങ്ങനെയുള്ള ഫോട്ടോ എടുത്തത് തന്നെയാണ്. നോക്കിയേ, ഗുജറാത്തിലെ ആൾക്കാർ ഗിർനാർ കുന്നുകളുടെ ഇടയിലൊക്കെ താമസിക്കുന്നുണ്ട്. അവിടുത്തെ ഈ സിംഹങ്ങള് ഈ ആഫ്രിക്കൻ സിംഹങ്ങളെക്കാളും കുറച്ചുകൂടി ചെറുതാണ്. ഏഷ്യൻ സിംഹങ്ങളാണ്. ഇവിടെ മാത്രമേ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഏഷ്യൻ സിംഹങ്ങളുള്ളൂ. ലോകത്ത് ഏഷ്യൻ സിംഹങ്ങളുള്ള ഒരേ ഒരു സ്ഥലമാണ് ഗിർ ഫോറസ്റ്റ്. ഗിർ ഫോറസ്റ്റിലെ സ്ഥിതി ഇതാണ്. ആൾക്കാര് ഇതിനടുത്തൂടെയൊക്കെ ബൈക്ക് എടുത്ത് നടക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. ഇത് സാധാരണ അക്രമ സ്വഭാവം അങ്ങനെ കാണിക്കാറില്ല, പക്ഷെ വളരെ അപൂർവമായിട്ട് അത് ആക്രമിച്ചിട്ടുമുണ്ട്. കണ്ടില്ലേ? സാധാരണ ആഫ്രിക്കൻ സിംഹത്തിനെ പോലെ വലിയ ജടയൊക്കെ ഉണ്ടോ? ഇല്ല. കുറച്ച് ഒരു ട്രിം ചെയ്തു പോയ സിംഹത്തിനെ പോലെയൊക്കെയാണ് നമുക്ക് ഗുജറാത്തിൽ ഏഷ്യൻ സിംഹങ്ങളെ കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടി ചെറുതാണ്. എന്നിരുന്നാലും ഈ ജീവിയെ നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ, വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റ് എന്നോട് ഈ ഒരു വന്യജീവികളെയും കുറിച്ച് കൂടി ആഡ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം ആഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോ സംരക്ഷിത വനം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗിർ ദേശീയോദ്യാനം അല്ലെങ്കിൽ ഗിർ വന്യജീവി സങ്കേതം. ഇവിടെയാണ് നമുക്ക് എന്ത് കാണുന്നത്? ഗുജറാത്തിൽ സിംഹങ്ങളെ കാണുന്നത്. എന്ത് സിംഹമാ? ഏഷ്യൻ സിംഹങ്ങള് ഇവിടെ കാണും, വേറെ എവിടെയും ഇല്ല. ഓക്കെ, അപ്പോ ഒരു കാരണവശാലും ഈ കാര്യം മറക്കരുത്. നൽസരോവർ എന്ന് പറയുന്നതും, നൽസരോവർ തടാകം നമ്മൾ നേരത്തെ കണ്ടില്ലേ? നൽസരോവർ എന്ന് പറയുന്നത് ഒരു പക്ഷി സങ്കേതവും ഒരു ദേശീയോദ്യാനവും കൂടിയാണ്. ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന കിളികൾ വരുന്ന ഒരു സ്ഥലമാണ് നൽസരോവർ. അടുത്തതാണ് വൈൽഡാസ് സാങ്ച്വറി. വൈൽഡാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുതകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ ഡോങ്കീസ് നമുക്ക് സാധാരണ വളർത്തുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കഴുതകൾ മാത്രമല്ല, വന്യതയിൽ നമുക്ക് ഫോറസ്റ്റിൽ നമുക്ക് ഈ കാട്ടുകഴുതകളെ കാണാൻ പറ്റും. അവനെ കാണുന്ന സ്ഥലമാണ് നമ്മുടെ, എന്താണ് ഇതിന്റെ പേര്? വൈൽഡാസ്. ഇതിന്റെ പേര് തന്നെ, ഇതിന്റെ പേരാണ് വൈൽഡാസ് എന്ന് വെച്ചാൽ കാട്ടുകഴുത. വൈൽഡാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് പറയാ. ഇതെവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നോക്കിയേ, എവിടെ സ്ഥിതി ചെയ്യുന്നത്? മാപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ പറ, ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിന്റെ മുകളിലത്തെ കഷ്ണം എവിടെയാ സ്ഥലം? മുകളിലത്തെ കഷ്ണത്തിന് എന്താ പറയാ? വടക്ക് ഭാഗത്തെ കച്ച് അല്ലെ? കച്ചിലാണ് ഈ പറഞ്ഞ കഴുതകളെ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോ കച്ചിലുള്ള കുറച്ച് പുൽമേടുകളുണ്ട്. ബന്നി പുൽമേട് എന്നൊക്കെയാണ് അതിന് പറയും.
ബന്നി പുൽമേട് ഇന്ത്യയിലെ ഒരു സംരക്ഷിത പുൽമേടാണ്. കറണ്ട് അഫയറിലൊക്കെ വന്നതാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. സംരക്ഷിത പുൽമേടാണ് ബന്നി പുൽമേട്, ഗുജറാത്തിലാണ്. ഓക്കെ, കച്ചിലാണ്. അപ്പൊ നമ്മൾ സംരക്ഷിത വനവും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ഇതല്ലാതെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാനിതാ ഇവിടെ എഴുതുന്നുണ്ട്. നമ്മള് ഒന്ന് പഠിച്ചത് എന്താ? ഗിർ. രണ്ടാമത്തെ ഏതാണ്? നൽ സരോവർ. ഓക്കെ, സോറി, നൽ സരോവർ അല്ലെ, നൽ സരോവർ. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താ? മൂന്നാമത്തതാണ് നമ്മൾ കുറച്ചു നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. മറൈൻ നാഷണൽ പാർക്ക് അല്ലെ, മറൈൻ നാഷണൽ പാർക്ക്. ഇത് എവിടെയായിട്ടായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ജാംനഗറിനടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക്, കച്ച് ഉൾക്കടലിലായിട്ട് അല്ലെ. അപ്പൊ അതും നമ്മൾ പഠിച്ചു. പിന്നെയുള്ളത് എന്താ? വൈൽഡ് ലൈഫ് സാങ്ച്വറി. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. വന്യജീവി സങ്കേതമാണ് വൈൽഡ് ലൈഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ പോകുവാണ്. അതായത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഗുജറാത്തിന്? ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഗുജറാത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കാണാൻ പറ്റും, റാൻ ഓഫ് കച്ച്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരേ ഒരു എന്താണിത്? ലവണ മരുഭൂമിയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ലവണ മരുഭൂമിയാണ് നമ്മുടെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മറക്കരുത്. എടാ, ഇന്ത്യയുടെ ലവണ നദി അറിയില്ലേ? ലവണ നദി ആരാ? ലൂണിയാണ് അല്ലെ. ലൂണി വന്ന് പതിക്കുന്നത് എവിടെയാ? റാൻ ഓഫ് കച്ചിലാണ്. ഇതേ നോക്കിയാൽ നിങ്ങൾ മാപ്പിൽ നോക്കുക, ലൂണി ബാനസ്, ഇവിടെ ലൂണിയാണ് ആക്ച്വലി, ഇത് തെറ്റിയതാണ്, ബാനസ് അല്ല, ലൂണിയാണ്. ലൂണി വന്ന് പതിക്കുന്നത് എവിടെയാണ്? റാൻ ഓഫ് കച്ചിലാണ്. ഇതാണ് നമ്മുടെ റാൻ ഓഫ് കച്ച്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് ഇതൊരു ലവണ മരുഭൂമിയായി എന്ന്? അവിടെ ലൂണി ഒരു ലവണ നദിയല്ലേ, ഉപ്പുവെള്ളം കൊണ്ടുപോയി ഇവിടെ ഇടും, ആ വെള്ളവും കൂടി ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ? ഉപ്പ്. അതുകൊണ്ടാണ് കിലോമീറ്ററുകളോളം ഉപ്പ്, നമ്മൾ ആദ്യത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെ ഉപ്പ് കാണുന്നത്. അപ്പൊ ലവണ മരുഭൂമി, ആ ഇവിടെ അവസാനിക്കുന്ന നദി ലൂണി. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി കടൽ തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് എന്ന് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി കടൽ തീരം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് തുറമുഖങ്ങളെ കുറിച്ച് നിർബന്ധമായിട്ടും പറയണം അല്ലെ. തുറമുഖങ്ങൾ. അപ്പൊ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാണ്ടിലയാണ്. കാണ്ടിലയുടെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യയുടെ വേലിയേറ്റ തുറമുഖമാണ്. നമ്മുടെ ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖവും നമ്മുടെ കാണ്ടിലിൽ തന്നെയാണ്. ഈ കാര്യം മറക്കരുത്. ഇനി തുറമുഖങ്ങൾ മാത്രമല്ല, കപ്പൽ വരിക മാത്രമല്ല ചെയ്യുന്നത്, കപ്പൽ പൊളിക്കുന്നതും എവിടെയാ? ഗുജറാത്തിലാണ്. കപ്പൽ പൊളിക്കുന്ന ആ സ്ഥലത്തിന്റെ പേരാണ് അലാങ്. അലങ്ങിൽ വെച്ചാണ് നമ്മുടെ കപ്പലിന്റെ ശവപ്പറമ്പ് അല്ലെ, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമുള്ളത്. ഓക്കെ, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഒരുപാട് കപ്പലുകൾ പഴകുന്ന സമയത്ത് കൊണ്ടുപോയി പൊളിക്കുന്ന സ്ഥലമാണ്. കപ്പലുകൾ പൊളിക്കുന്ന ഫാക്ടറികൾ, സ്ഥലങ്ങൾ ഉള്ളത് നമുക്ക് അലാങ്ങിലാണെന്ന് പറയാം. ഇത് നോക്കിയേ, ഇതേ കപ്പൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതേ തൊഴിലാളികൾ അല്ലെ. സോ ഈ കപ്പൽ പൊളിക്കുന്നത് എവിടെയാ? അലാങ്ങിലാണ്. ഇത് ആരാണ്? കാണ്ടിലെ ഇത് ആരാ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിട്ടുള്ള ഗുജറാത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് പോർട്ടാണ് ഇത്. ഓക്കെ, പ്രൈവറ്റ് ആണ്, സ്വകാര്യ തുറമുഖമാണ്. ഓക്കെ, ഏതാണിത്? ഇതാണ് മുന്ദ്ര തുറമുഖം. ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്ന് പോകുന്ന തുറമുഖമാണിത്. ഒബ്വിയസ്ലി പ്രൈവറ്റ് പോർട്ടാണ്. ആരുടെ കയ്യിലായിരിക്കും? അദാനിയുടെ കയ്യിലാണ് ഈ പോർട്ട് എന്ന്. അദാനിയുടെ പോർട്ടാണിത്. ഓക്കെ, ഗൗതം അദാനി നേരത്തെ നടത്തുന്ന പോർട്ടാണിത്. സോ മുന്ദ്ര പോർട്ടാണ് ഈ കാണുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ കാര്യം നമ്മൾ പഠിച്ചു. അപ്പോ ഇനി തുറമുഖങ്ങളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. തുറമുഖങ്ങളെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് മറ്റൊരു കാര്യം ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. സെക്കൻഡ്, മറ്റൊരു കാര്യം ആഡ് ചെയ്യാണ്. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ തുറമുഖം, അതായത് 2000 അല്ലെങ്കിൽ ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു തുറമുഖവും നമുക്ക് ഗുജറാത്തിൽ കാണാം. ഒന്നുകൂടി ആലോചിച്ച് നോക്കി, ഏതാ? സിന്ധു നദീതട സംസ്കാരത്തിൽ ഒരു തുറമുഖം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ലോത്തൽ അല്ലെ. ലോത്തൽ തുറമുഖം എന്ന് പറയുന്നത്, അതായത് ഇപ്പോഴല്ല,
സിന്ധു നദീതട സംസ്കാര സമയത്ത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ സമയത്ത് ഗുജറാത്തില് ഒരു തുറമുഖം ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് അല്ലെ ലോത്താൽ. ഇന്ത്യയിലെ ആദ്യ തുറമുഖം. ഇതിന്റെ അവശിഷ്ടങ്ങൾ, ഈ തുറമുഖത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഗുജറാത്തിൽ കാണാൻ പറ്റും. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള തുറമുഖമാണ്, മറക്കരുത്. എപ്പോഴും അത് നശിച്ചുപോയി. ഇപ്പൊ നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. അപ്പൊ അതും നമ്മൾ പഠിച്ചു. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഇനി മദ്യനിരോധനം, പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ്, പൂർണ്ണമായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കി അല്ലെ, ഇന്ത്യയിലെ തന്നെ ആദ്യം തൊട്ടേ മദ്യനിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഈ കാര്യം മറക്കരുത്. പിന്നെ ഇനി എനിക്കിവിടെ പറയാനുള്ളത്, ഗുജറാത്ത് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ആലോചിക്കുക. 3 കാര്യങ്ങൾ. നിങ്ങൾ ഗുജറാത്ത് പോയവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് തരുന്നത് നിലക്കടലയായിരിക്കും. ഓക്കെ, വീട്ടിലേക്ക് നമുക്ക് നിലക്കടല, ഗ്രൗണ്ട്നട്ട് ഒക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവിടും. പ്രത്യേക ടേസ്റ്റ് ഉള്ള കടലയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്. അതിന് കാരണം അറിയാലോ? എടാ എന്താ കാരണം? റാൻ ഓഫ് കച്ച് ലവണം മരുഭൂമിയല്ലേ, കിലോമീറ്റർ കണക്കിന് ഉപ്പാ. ചുമ്മാ ഒരു തൂമ്പ എടുത്തിട്ട് വാരി എടുത്ത് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഗുജറാത്താണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നതും ഗുജറാത്താണ്. ഗുജറാത്ത് അല്ലെ, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. ആരാ ആരാ അഹമ്മദാബാദ് ആണ്. സെറ്റ് അല്ലേ? ആ പോയിന്റ് ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ. ഇത് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? പരുത്തി ഇങ്ങനെ കാണാനുള്ള കാരണം, ഗുജറാത്തിലെ മണ്ണെന്താ? പ്രധാനമായും കറുത്ത മണ്ണാണ്. എന്താണ് കാരണം? ലാവയാണ്, ലാവ ഒഴുകിയാണ് ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് പോവാണ്. കുറെ പേര് കമന്റ് ബോക്സിലൂടെ പറഞ്ഞ കാര്യം, ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളും നൃത്തരൂപങ്ങളും. അതിമനോഹരമായിട്ടുള്ള ഒരു നൃത്തരൂപം നിങ്ങൾക്ക് കാണും. ഇതാണ് ഇവിടുത്തെ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക തരം നൃത്തമാണിത്. ഇതിന്റെ പേരാണ് ഗർഭ. ഗർഭ എന്ന് പറഞ്ഞിട്ടുള്ള ഫോക്ക് ഡാൻസ് ഈ ഒരു നാടോടി നൃത്തം ചെയ്യുന്നത് ഈ ഗുജറാത്തിലെ യുവതികളാണ്. ഇത് നവരാത്രി, അതുപോലെ ദീപാവലി പോലുള്ള പ്രത്യേക ദിനങ്ങളിൽ അവർ നല്ല വേഷമൊക്കെ കെട്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നൃത്തം കളിക്കുന്നത്. ഇതാണ് ഗർഭ. ഓക്കെ, ഈ കാര്യം മറക്കരുത്. ഗുജറാത്ത് ഈസ് ഫേമസ് ഫോർ ഗർഭ. ഗുജറാത്തിലും ഉണ്ട്, ഗർഭയിലും ഗായ് ഉണ്ട്. അതാണ് ഈ ചാവടി. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്തത്, പിന്നെ ഈ കൈ എന്താ, കോലു കൊണ്ടുള്ള കളി അല്ലേ? എന്താ ഇത്? ഇതാണ് ഗുജറാത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ദാണ്ടിയ. ഓക്കെ, ദാണ്ടിയ റാസ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ദാണ്ടിയ. ദാണ്ടിയ കോലു കൊണ്ടുള്ള കോൽക്കളി പോലുള്ള സംഭവമാണ് ദാണ്ടിയ. ഇതും ദീപാവലി, അതുപോലെ അവിടുത്തെ പ്രധാന ഫെസ്റ്റിവൽ ഹോളി, ദീപാവലി അല്ലെങ്കിൽ നവരാത്രി പോലുള്ള ദിവസങ്ങളിൽ എല്ലാവരും, സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ദാണ്ടിയ റാസ്, ദാണ്ടിയ. ഇപ്പോ ദാണ്ടിയും ഗർഭയുമാണ് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസുകൾ. ഇനി ആഘോഷം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ, നവരാത്രി, അതുപോലെ ഹോളിയും, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ ഇല്ല. നോർത്ത് ഇന്ത്യയിലുള്ള അതേ ഫെസ്റ്റിവൽ ആണ്. പിന്നെ ദിവാലിയും ആണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ. അപ്പൊ നമ്മൾ ഗുജറാത്തിലെ എല്ലാ കാര്യങ്ങളും കണ്ടു. ഏതെങ്കിലും പോയിന്റ്സുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് അറിയെങ്കിൽ കമന്റ് ബോക്സിൽ എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തുക. എനിവേ കമന്റ് ചെയ്യണേ, ഇന്നലെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത സംസ്ഥാനമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.